ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രാഗൺ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഒരു ഡ്രാഗണിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കുറേ കാലമായിട്ടുള്ളൊരു ഡ്രാഗണിൻ്റെ ചെടിയാണ്. അത് നമുക്കിപ്പോൾ 2-3 വർഷമായിട്ട് അടുപ്പിച്ചിട്ട് കായ്കൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ നമ്മൾ 2 കായ്കൾ എടുത്തു. ഇപ്പോൾ ഒരു കായ് ഏകദേശം ആ ഒരു റോസ് കളറിലെ കായ് വരുന്നുണ്ട്. പിന്നെ പൂവിടാൻ പാകത്തിലുള്ള 2 കായ്കളാണ് ഉള്ളത്. ഇതിനിപ്പോൾ 2 ദിവസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവിടും. അപ്പം നമുക്ക് 2 പൂക്കൾ ഒരേ സമയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്രോസ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും കായായിട്ട് കിട്ടും തന്നെ വിചാരിക്കുക. അപ്പം ഇത് 2-3 ദിവസം കൂടിയും കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറിലേക്കാവും. ഇപ്പോൾ തന്നെ ഇവിടെ പിങ്ക് ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഉള്ളിൽ വൈറ്റ് കളർ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ വൈറ്റിന് കുറച്ച് മധുരക്കുറവുണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡുള്ളതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ തണ്ട് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു മുള്ളുള്ള ഭാഗത്തു നിന്നാണ് പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കെയർ എന്തൊക്കെയാണെന്ന് പറയാം. കൂടാതെ നമുക്ക് പുതുതായിട്ടൊരു ഡ്രാഗൺ ചെടി എങ്ങനെയാണ് ഇതുപോലെ നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഡ്രാഗൺ ചെടികൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരുപാട് വെയിലായി വെള്ളം കിട്ടാതിരുന്നാലും ഈ ചെടികൾ നശിച്ചു പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഈ ഡ്രാഗൺ ചെടി നമ്മൾ പ്രത്യേകം പരിപാലിച്ചിട്ട് തന്നെ വരണം. ചിലർ പറയുന്ന കേൾക്കാം, എത്ര കാലം കഴിഞ്ഞിട്ടും ഇതിൽ പൂവിടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പൂവിട്ട് കഴിഞ്ഞാലും പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പൂവിടാൻ വേണ്ടി നമ്മളൊരു 3-4 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കലായിട്ടുള്ള വളങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. വീട്ടിൽ നിന്നുണ്ടാകുന്ന ചാണകപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു വെയിലുള്ളൊരു അന്തരീക്ഷത്തിൽ വെച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. ഒരു മരത്തടിയൊക്കെ വിചാരിച്ച് കെട്ടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ടയറിലൊക്കെ ഉപയോഗിച്ച് അതിന് നല്ല സപ്പോർട്ട് കൊടുക്കുക. ചില ചെടികൾ നല്ലോണം സപ്പോർട്ട് ഇല്ലെങ്കിലും വേഗം ക്ഷീണിച്ച് പോകാറുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ ഒരു ചെടിയുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന് വേരുകളുണ്ട്. അപ്പോൾ അത് നിലത്ത് പടർന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്തി കൊടുത്താവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഇതുപോലെ കായ്കൾ ഉണ്ടായ ഓരോ ഭാഗത്തുനിന്ന് ഈ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് കുഴിച്ചിടാവുന്നതാണ്. നമുക്കറിയാം, ഇതിൻ്റെ തണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ വേരുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവും വേരുകളുണ്ട്. ഇതുപോലുള്ള കായ്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള മൂത്ത തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുഴിച്ചിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിൽ നിന്ന് വേരുകൾ മുളച്ച് വരുന്നത് കാണാം. പിന്നെ അത് റീപോർട്ട് ചെയ്തോ വലിയ പോട്ടിലേക്കോ വെച്ചോ നമുക്ക് പുതുതായിട്ട് ചെടി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നടുന്ന ആ ഡ്രാഗൺ പ്ലാന്റിൽ നിന്ന് അടിയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവാറുണ്ട് പൊട്ടി മുളച്ചിട്ട്. ആ രീതിയിൽ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ കുറച്ച് മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുറിച്ച് വെച്ചിട്ടുള്ള കട്ടിങ്സാണിത്. അപ്പോൾ നമുക്ക് നോക്കുമ്പം തന്നെ മനസ്സിലാവും അതിൽ നിന്ന് വേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേരുള്ള ഭാഗം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചധികം നമ്മൾ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതും നമ്മളെ ചെടിക്ക്, ഓൾറെഡി ഉള്ള ആ ഒരു ചെടിക്ക് കുറച്ച് ആരോഗ്യം കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ പോട്ടിലേക്ക് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റാട്ടോ പോട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് നടുന്ന നേരത്തെ എപ്പോഴും അല്ലെങ്കിൽ ഒരു വലിയ ഡ്രമ്മ് അല്ലെങ്കിൽ ബക്കറ്റ് അങ്ങനത്തെയൊക്കെയാണ്, ക്യാനുകളൊക്കെയാണ് എടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വലിയൊരു പോട്ടൊക്കെ ആയിട്ട് മേടിക്കാനും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലാണ് പോട്ട് ഹോളിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മഴക്കാലത്ത് നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത് ഈ കൂടുതൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റിലും. ഇനി നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. അതാണ് നമ്മൾ ബേസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് വളപ്രയോഗം ചെയ്യുന്നുണ്ട്. ഇത് പച്ചക്കറി വേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ട് മാസത്തിലൊരിക്കലോ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴോ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നേർപ്പിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് അത്യാവശ്യം ചീഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നേർപ്പിക്കേണ്ട ആവശ്യമില്ല. അതും കൂടി നമ്മൾ ഈ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോട്ട് റെഡിയാക്കി എടുക്കാം.
അപ്പം നമ്മൾ ഈ ഒരു പോസ്റ്റ് വെക്കുന്ന കാര്യം മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു പോസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ മെലിഞ്ഞ പോസ്റ്റ് ആയാലും മതി, നമ്മളുടെ ഇപ്പോൾ ഈ ഒരു തടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പോസ്റ്റ് താങ്ങൂല. അതുകൊണ്ട് ഇത് വെച്ചതിന് ശേഷം അതിന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര തടി ഇല്ലെങ്കിലും കുറച്ചൊരു ബലമുള്ള എപ്പോഴും സ്റ്റാൻഡായിരിക്കണം എടുക്കുന്നത്. കാരണം ഈ ഡ്രാഗണിൻ്റെ ഫ്രൂട്ടിൻ്റെ പോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും റീപോർട്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ. ഒരു 3-4 വർഷത്തേക്ക് എന്തായാലും നമ്മൾ റീപോർട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു സമയത്തിന് കണക്കാക്കിയിട്ടുള്ളൊരു തടി വേണം വെച്ച് കൊടുക്കാൻ. ഇത് നമ്മൾ പ്ലാവിൻ്റെ തടിയാണ്. ഇത്ര തടി ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ബലമുള്ളതായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വളം കൂടിയും ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പോട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വെറ്റായിട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണക്ക ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമ്മളെ പോട്ടി മിക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം പോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഈ ഒരു എല്ലാം കൂടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു തടി കഷ്ണം വെച്ചിട്ട് നമ്മൾ മണ്ണൊന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടയർ കെട്ടി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മളിത് പടർത്തി നേരെ വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് വെക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ചെറുതായിട്ടൊരു ഹോള് പോലെ വെച്ചിട്ട് കുഴിച്ചിട്ട് അതിലേക്കാണ് ഈ ചെടി നാട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ തൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സപ്പോർട്ട് പോലെ കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ജസ്റ്റ് ചുറ്റിലും ഒരു 3-4 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു തുണി കഷ്ണം ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പോട്ട് റെഡിയാക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രാഗൺ പ്ലാന്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതെന്ന്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. ഈ ഒരു ചെടി പിടിച്ച് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ടയർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളെ മുന്നേ ഇതുപോലെ കണ്ടത്തിൽ നമ്മൾ മുറ്റത്തിൽ തന്നെ ഇതുപോലെ ചെടി സെറ്റ് ചെയ്തിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ടയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം വെച്ചാൽ നമ്മളൊരു കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഒരുപാട് നമ്മൾ മുന്നേ ചെയ്തത്. അതാണ് നമ്മളെ മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ചെടി തണ്ടെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണിച്ച ഈ ചെടികളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഡ്രാഗൺ ചെടീൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചെടീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം ചെയ്യുക, കാലാവസ്ഥക്കനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വെയിലത്ത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ രീതിയിൽ കായ്കളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തു നോക്കുക. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ടെറസിൽ തന്നെ വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.